ആ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു, അവിടെ വെച്ച് കണ്ടായിരുന്നു. സുഖല്ലേ? അമ്മ എങ്ങനെയുണ്ട്? അമ്മക്ക് ഇപ്പൊ കുഴപ്പമില്ല, വാർഡിലോട്ട് മാറ്റിയാണ്. ഇരി. എന്താ പരിപാടി? ഞാനിങ്ങനെ ക്രെഡിറ്റ് കാർഡിന്റെ ഞാനങ്ങോട്ട് അല്ലല്ല ഇന്ന് അത് ഡ്യൂട്ടി ടൈം അല്ലേ. ഷുഗർ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. രാജ്യയുടെ ആൾക്കാരെ പ്രത്യേകിച്ച് ഇതൊക്കെ ഒഴിവാക്കണം. ചോറ്, കരിമ്പ്, പഴവർഗ്ഗങ്ങൾ, സിൽസ് സ്കോർ ചെക്ക് ചെയ്യട്ടാ, വേണ്ട. കിഴങ്ങ് വർഗ്ഗങ്ങൾ, പെപ്സി, ലഡു, ജിലേബി ഇതൊക്കെ നമ്മൾ മാറ്റി നിർത്തേണ്ട സാധനങ്ങൾ. ഇതിൽ തന്നെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യണോ? എബ്രോഡ് പോകാനുള്ള പരിപാടിയാണ്. പിന്നെ ഒരു ഏജിന്റെ ഇതായോണ്ടേ അങ്ങോട്ട് നടക്കുന്നില്ല ഇതൊന്നും. അതിനല്ലേ അഡ്മിഷൻ കൗൺസിൽ പരസ്യം തുടങ്ങി. സ്റ്റുഡന്റ് വിസ +2 ഓർ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വെച്ച് 18 മുതൽ 40 വയസ്സ് വരെ അപേക്ഷിക്കാം. മാൾട്ടയിലുള്ള കോളേജിലോട്ട് ഡയറക്റ്റ് അഡ്മിഷൻ ആണ്. അതും 29 ഷെങ്കൻ കൺട്രിയിലേക്ക് ആക്സസ് ഉള്ള സ്റ്റുഡന്റ് വിസയാണ്. DFS അപ്പോയിന്റ്മെന്റ് 20 ദിവസത്തിനുള്ളിൽ കൺഫേം ആവും. 1200 യൂറോ വരെ നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ കുറച്ച് ചിലവാമല്ലോ. ഫ്രഷ് ചോദ്യം. 4000 യൂറോ ഒക്കെ ഉള്ളന്നേ. ഞാൻ അഡ്മിഷൻ കൗൺസിലിന്റെ നമ്പർ തരാം, നീ ഡയറക്റ്റ് ഒന്ന് വിളിച്ചു നോക്കും. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, പശു, ചേട്ടൻ. അവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ. അച്ഛൻ ഇവിടെ ചെറിയങ്കിഴി വില്ലേജ് ഓഫീസിലാണ്. ചെറിയങ്കിഴി വില്ലേജ് ഓഫീസിലാണ്? അല്ല, എന്റെ അച്ഛൻ അവിടെയാണ് വർക്ക് ചെയ്യണത്. എന്റെ അച്ഛൻ 30 വർഷമായിട്ട് അവിടെയാണല്ലോ. എന്റെ അച്ഛന് 30 വർഷമായിട്ട് അവിടെയാണല്ലേ. എനിക്ക് അങ്കിളിനെ അറിയാം. എന്താ അങ്കിളിന്റെ പേര്? കുമാർ. കുമാർ ഞായർ. ഞായർ. കുമാർ എന്നൊരു പിടുത്തം കൊണ്ട് കിട്ടി. സന്ധ്യ മേഡത്തിനൊക്കെ അറിയാം, അച്ഛനെ അറിയാരി. അച്ഛൻ അങ്ങനെ സ്ത്രീകളുമായിട്ട് ഇടപെടാറില്ല. എന്റെ അച്ഛൻ ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത്. ആദ്യത്തെ 15 ദിവസം ക്വാർട്ടേഴ്സിലും അവസാനത്തെ 15 ദിവസം വീട്ടിലും. അത് ശരി. എന്റെ അച്ഛൻ ആദ്യത്തെ 15 ദിവസം വീട്ടിലും അവസാനത്തെ 15 ദിവസം കോട്ടേഴ്സിലാണ്. ഞാനും ഇടയ്ക്ക് ഓഫീസിലോട്ടൊക്കെ വരുന്നതാണ്. ബ്രോ അച്ഛന്റെ പേരെന്താണ്? എന്റെ അച്ഛൻ്റെ പേര് സുരേഷ്. അച്ഛന്റെ ഫോട്ടോ എന്തെങ്കിലും കാണോ? ഫോട്ടോ എന്റെ അച്ഛന്റെ ഫോട്ടോ. അച്ചോട്ടാ, എന്റെ അനിയൻ കിച്ച് മാസ്ക് മോൻ കാണിച്ചു. എന്റെ അച്ഛന്റെ തനി സ്വരൂപം കിട്ടിയിരുന്നവനാണ്. ഫോട്ടോ കിട്ടിയടാ. വൈഷ്ണവജന തോ ഭാനുമതി, ഞാനൊന്ന് മൂകാംബികയ്ക്ക് പോയിട്ട് വരാം. 15 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ കേട്ടോ. സൂക്ഷിച്ചൊക്കെ പോയിട്ട് വരണേ, അയ്യാത്ത മനുഷ്യനാണ്. ഞാൻ ഒന്ന് മൂകാംബിക വരെ പോയിട്ട് വരാം.